ജീവിതം ചിലപ്പോൾ നമ്മെ ഒരു ഇടുങ്ങിയ ഇരുട്ടറയിൽ അടച്ചിടുന്നതുപോലെ തോന്നും. മനസ്സ് ഭാരപ്പെടും, ശ്വാസം മുട്ടും, എങ്ങോട്ടു പോകണമെന്നറിയാതെ നാം നിൽക്കും. ഈ അനുഭവത്തിനൊരു പേരുണ്ട്: ടെൻഷൻ. പക്ഷേ ഇസ്ലാം ആ ഇരുട്ടറയ്ക്കൊരു വാതിൽ കാണിക്കുന്നു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിലെ കഠിനമായ പീഡനങ്ങൾക്കിടയിൽ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരോട് ഇപ്രകാരം പറഞ്ഞു: അലാ ബി സിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, അല്ലാഹുവിന്റെ സ്മരണ കൊണ്ട് മാത്രമാണ് ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നത്. ഇത് വെറും വാക്കുകളല്ല, ഇതൊരു ചികിത്സാവിധിയാണ്. ദൈവം തന്നെ മനുഷ്യഹൃദയത്തിനായി എഴുതിയ കുറിപ്പ്. ആധുനിക മനഃശാസ്ത്രം ഇന്ന് തെളിയിക്കുന്നത്, ശ്വസനം നിയന്ത്രിക്കുമ്പോൾ, ഒരു ലക്ഷ്യത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ ഉത്കണ്ഠ കുറയുന്നു എന്നാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇസ്ലാം ഈ സത്യം ജീവിതത്തിൽ ഉൾച്ചേർത്തു. നിസ്കാരം എന്ന ദിവ്യധ്യാനം വഴി 5 നേരം ലോകത്തിന്റെ ബഹളത്തിൽ നിന്ന് വിടർന്നുമാറി ഒരു ദൈവസന്നിധിയിൽ നാം നിൽക്കുന്നു. ആ നിമിഷം ടെൻഷൻ അലിഞ്ഞുതീരുന്ന നിമിഷമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസം വന്നാൽ നിസ്കാരത്തിലേക്ക് ഓടിയിരുന്നു. അദ്ദേഹം ഒരിക്കൽ ബിലാലിനോട് പറഞ്ഞു: ബിലാൽ, ഞങ്ങൾക്ക് നിസ്കാരം കൊണ്ട് ആശ്വാസം നൽകൂ. ക്ഷീണം ആശ്വാസമായി മാറുന്ന ഒരിടം, അതാണ് സുജൂദ്. നെറ്റി മണ്ണിലമർത്തുന്ന ആ നിമിഷത്തിൽ അഹങ്കാരമൊഴിയുന്നു, ഭാരമിറങ്ങുന്നു, ആത്മാവിശ്വസിക്കുന്നു. ഖുർആൻ പറയുന്നു: നിശ്ചയം പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. ഇതൊരു വാഗ്ദാനമാണ്, ഒരു ദൈവിക ഉറപ്പ്. ടെൻഷൻ ജീവിതത്തിന്റെ ഭാഗമാണ്, പക്ഷേ അത് ജീവിതത്തിന്റെ അന്ത്യമല്ല. സിക്ർ ചൊല്ലൂ, നിസ്കരിക്കൂ, ദുആ ചെയ്യൂ. ആ ഇരുട്ടറ തുറക്കും. ആ വെളിച്ചം നിങ്ങൾക്കുള്ളതാണ്.